നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ടൊപ്പിയോക്ക ദോശയാണ്. അപ്പോൾ ടൊപ്പിയോക്ക നമ്മൾ ചെറുതായി ഇതേപോലെ തോലെല്ലാം കളഞ്ഞ് ചെറുതായി നുറുക്കി 4-5 പ്രാവശ്യം കഴുകി കളയണം കേട്ടോ. അതിലുള്ള സ്റ്റാർച്ചൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് 4-5 പ്രാവശ്യം കഴുകണം എന്ന് പറഞ്ഞത്. അങ്ങനെ കഴുകിയെടുത്ത ടൊപ്പിയോക്കയാണിത്. പാകത്തിന് ഉപ്പും കായവും ടൊപ്പിയോക്കായും മുളകും ചേർത്ത് വേണം ആദ്യം നമുക്ക് അരച്ചെടുക്കാൻ. പച്ചരി കുതിർത്ത് 3-4 പ്രാവശ്യം കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ചേരുവകളും കൂടി അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കായം ഇട്ട് കൊടുത്തു. ഇനി ഒരു 8 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ടൊപ്പിയോക്കായും ഇട്ട് കൊടുത്തു. ഇനി 2-3 പ്രാവശ്യം മിക്സിയിൽ കുറച്ചിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ചില്ലി ടൊപ്പിയോക്ക മാവ് അരച്ച് കഴിയുമ്പോൾ ഈ ഒരു പാകത്തിൽ വേണം അരച്ചെടുക്കാൻ. അല്പം ലൂസായിട്ട് വേണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് അരച്ച് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. കല്ല് ചൂടായി കഴിഞ്ഞു. ഇനി നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി കനം കുറച്ച് പരത്തിയെടുക്കാം. മീതെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. എന്താ ഭംഗി! അതുപോലെ തന്നെ ടേസ്റ്റും അതുപോലെയാണ്. ഈ ടൊപ്പിയോക്ക ദോശ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക, ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.